പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ഈ ചാനൽ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വഴികളെപ്പറ്റി പഠിക്കുന്ന ഒരു ചാനലാണ്. ഇപ്പം നമ്മളെ ലോകം മുഴുവനും സന്തോഷവും സമാധാനമുള്ള നല്ലൊരു തലമുറ വളർന്നു വരാൻ ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി കൊല്ലങ്ങളായിട്ടിങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പം നമ്മുടെ കഴിഞ്ഞ 1-2 വീഡിയോകളിൽ നമ്മുടെ എങ്ങനെ പ്രയർ ചെയ്യണമെന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു. ഒപ്പം തന്നെ നമ്മുടെ ജീവിതത്തിലെ എയിം നമ്മൾ ഫിക്സ് ചെയ്യാനും അല്ലെങ്കിൽ ലക്ഷ്യം കണ്ടെത്തി നല്ലൊരു ജീവിതം ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു സിസ്റ്റത്തെപ്പറ്റി ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ പ്രയറിനെ പറ്റിയും നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത്. നമ്മളെല്ലാവരും പ്രയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ ഇന്ന് പ്രയർ ഒന്നും പഠിപ്പിക്കുന്നില്ലെങ്കിലും സ്വാഭാവികമായിട്ട് നമ്മുടെ നല്ല മാതാപിതാക്കൾ കുട്ടികളെ പ്രയർ ചെയ്യാൻ പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പ്രയർ എന്ന് പഠിപ്പിക്കാൻ നമ്മൾ കൂടുതലും എനിക്ക് ബുദ്ധി തരണമേ, എനിക്ക് ആരോഗ്യം തരണമേ, എനിക്ക് പഠിക്കാൻ കഴിയണമേ, നല്ല ഓർമ്മശക്തി തരണമെന്നൊക്കെ നമ്മൾ ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. അപ്പം നമ്മളത് ചെറിയ കുട്ടികളെ അങ്ങനെ പഠിപ്പിക്കാതെ, കാരണം നമ്മളെ ചെറുപ്പം തൊട്ടേ നമ്മൾ ഈ അപേക്ഷിക്കുന്നതിന് പകരം നമ്മളെ ദൈവത്തിന് നന്ദി പറയാനാണ് പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ പ്രയർ ചെയ്യേണ്ടെന്നല്ല അർത്ഥം. പ്രയർ നമുക്ക് വളരെയധികം ചില പ്രത്യേക സാഹചര്യങ്ങൾ നമുക്ക് ഒരു ഓവറോൾ ഹെൽപ്പ് ആവശ്യം വരും, അല്ല ഓവറോളായിട്ടുള്ള നമുക്കൊരു അഡ്വൈസിൻ്റെ ഒരു ആവശ്യം വരും. അപ്പം അങ്ങനെ ഉള്ള സമയത്ത് നമ്മൾ ദൈവത്തോട് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ ഫലം ലഭിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ചെറിയ കുട്ടികളെ നമ്മൾ പ്രയർ ചെയ്യുന്നതിനെക്കാട്ടും ഉപരിയായിട്ട് പഠിപ്പിക്കേണ്ടത് നമ്മൾ നന്ദി പറയാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. ചെറിയ അത്യാവശ്യം പഠിപ്പിക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ കുട്ടികളെ അപേക്ഷയ്ക്ക് പകരം നമ്മൾ നന്ദി പറയാനായിട്ട് അവരെ പറഞ്ഞു പരിശീലിപ്പിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ്. ഇപ്പോൾ നമ്മളെ മറ്റുള്ള ആൾക്കാരിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ ബുദ്ധിപൂർവ്വം നമ്മൾ ജനിച്ചിരിക്കുന്നു. നമുക്ക് നടക്കാൻ കാലുകളുണ്ട്, നമുക്ക് കൈകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, ദൈവമേ നന്ദി. ദൈവമേ എനിക്ക് കണ്ണു കാണാൻ പറ്റും, ദൈവമേ നന്ദി. എനിക്ക് ചെവി കേൾക്കാൻ പറ്റും, ദൈവമേ നന്ദി. എനിക്ക് സ്കൂളിൽ പോകാൻ പഠിക്കാൻ പറ്റുന്ന ദൈവം നന്ദി. എനിക്ക് നല്ല ഓർമ്മശക്തി തന്നതിന് നന്ദി, എനിക്ക് നല്ല ബുദ്ധി തന്നതിന് നന്ദി. അങ്ങനെ നമുക്ക് ലഭിച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക്, നല്ല മാതാപിതാക്കന്മാരെ തന്നതിന് നന്ദി, നല്ല ഈ ലോകത്തെ തന്നതിന് നന്ദി, നല്ല കൂട്ടുകാരെ തന്നതിന് നന്ദി. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളെയും നമ്മൾ നന്ദി പറയാൻ അവരെ പഠിപ്പിക്കുക. അപേക്ഷയ്ക്ക് പകരം നന്ദി പറയാൻ പഠിപ്പിക്കുക. അപ്പോൾ കുട്ടികൾ ചെറുപ്പം മുതൽ നല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിട്ട് വളർന്നു വരും. അപ്പോൾ അങ്ങനെ വളർന്നു കഴിയുമ്പോൾ നമ്മുടെ കഴിവിനെ അവർക്ക് കണ്ടെത്താൻ കൂടെ പഠിക്കുകയാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ അവർ കണ്ടെത്താനും അതിനെ സമൂഹത്തിന് വേണ്ടി യൂസ് ചെയ്യാനുമായിട്ടുള്ള കാര്യങ്ങൾ അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ പ്രയർ, എനിക്കത് തരണേ, എനിക്ക് ബുദ്ധി തരണേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തരണേന്ന് പറയുമ്പോൾ അർത്ഥം അത് പ്രസൻറ്റിൽ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. ദൈവം എനിക്ക് ആരോഗ്യം തരണമേ നമ്മൾ പറയുമ്പോൾ നമ്മളൊരു മീനിങ് പറയുന്നത് നമുക്ക് പ്രസൻറ്റിൽ ആരോഗ്യം ഇല്ല എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കൊരു നന്ദികേട് കണക്കാണ് നമ്മൾ അപേക്ഷിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്കെല്ലാം തന്നിട്ടുണ്ട്, നമുക്കെല്ലാം തന്നാണ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ നന്ദി പറയുക. അപ്പോൾ ഇങ്ങനെ നന്ദി പറഞ്ഞു വളർന്നു വരുന്ന ഒരു തലമുറയെപ്പറ്റി ചിന്തിച്ച് നോക്കിയേ. അവരെപ്പോഴും പരസ്പരം ബഹുമാനവും നന്ദിയുള്ളവരായിട്ട് മാറുന്നതാണ്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, ഈ പ്രയറിൻ്റെ ശക്തിയെ പറ്റി നമ്മൾ മനസ്സിലാക്കുക. ഒപ്പം ഏറ്റവും നന്ദിയുള്ള പവർഫുള്ളായിട്ടൊരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നമ്മൾ നന്ദി പറയാൻ പഠിക്കുക. എല്ലാത്തിനോടും നമ്മൾ നന്ദി പറയുക. നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന നന്ദി പറയുക. നമുക്ക് നമ്മുടെ അച്ഛനെയും അമ്മയും നോക്കുവാൻ കഴിയുന്ന നന്ദി പറയുക. അവരെ സഹായിക്കാൻ കഴിയുന്ന നന്ദി പറയുക. അപ്പം
നന്ദിയുടെ നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരുപാട് ലിസ്റ്റ് നമുക്ക് ഒരുപാട് എഴുതാൻ പറ്റും. അപ്പോൾ കുട്ടികൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെപ്പറ്റി നമ്മൾ പ്രത്യേകം പഠിപ്പിക്കേണ്ടത് ദൈവമേ നല്ല ബുദ്ധി തന്നതിന് നന്ദി, ദൈവമേ എനിക്ക് എൻ്റെ ഓർമ്മശക്തി നല്ലതായി വിനിയോഗിക്കാൻ കഴിയുന്ന നന്ദി, നല്ല സ്കൂളിൽ പഠിക്കാൻ കഴിയുന്ന നന്ദി, നല്ല സുഹൃത്തുക്കളെ കിട്ടിയ നന്ദി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഒപ്പം അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കാനും പഠിപ്പിക്കുക. പക്ഷേ വളരെ അപൂർവമായി നമുക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് മാത്രം നമ്മൾ അങ്ങനെ പ്രെയർ ചെയ്യാവൂ. കാരണം നമ്മൾ നമ്മുടെ കഴിവിനെയാണ് കണ്ടെത്തുന്നത്, ദൈവം തന്നിരിക്കുന്ന കഴിവിനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് നന്ദിയുള്ള ഒരു നല്ല തലമുറ അധ്യാപകരോടും പേരൻസിനോടും സുഹൃത്തുക്കളോടും നമ്മുടെ സഹജീവികളോടും ഈ പ്രപഞ്ചത്തോടും ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തോടൊക്കെ നന്ദിയുള്ളവരായി നമുക്ക് ജീവിക്കാം. എല്ലാവർക്കും നന്മ ദൈവം വരുത്തട്ടെ. താങ്ക് യു.